വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ റിമാൻഡ് ചെയ്യും. നടപടിയെടുക്കാനായി മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നാണ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇനി അഫാനെ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. കൂടാതെ അഫാന്റെ ഉമ്മയുടെ മൊഴി എപ്പോഴാണ് രേഖപ്പെടുത്തുക? ഹരിത, തീർച്ചയായിട്ടും അഫാനെ റിമാൻഡ് ചെയ്യാനുള്ള നിലപാടിലേക്കാണ് കടന്നിരിക്കുന്നത്. ഉടൻ തന്നെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും. ഏതായാലും അറസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ആശുപത്രിയിൽ തുടരുന്ന അഫാനെ ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റാൻ സാധിക്കില്ല. എന്തായാലും റിമാൻഡിൽ തുടരുകയാണെങ്കിൽ പോലും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരും. മെഡിക്കൽ ബോർഡ് തീരുമാനത്തിന് ശേഷം മാത്രമായിരിക്കും ആശുപത്രി വിടുക. ആശുപത്രി വിട്ടതിന് ശേഷം പ്രതി അഫാനെ റിമാൻഡ് ചെയ്തത് കൊണ്ട് തന്നെ ഉടൻ ജയിലിലേക്ക് മാറ്റും. അതിനുശേഷം മറ്റ് കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടാണ് കേസുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അച്ഛൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലും കാമുകിയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലും അമ്മയെ അപായപ്പെടുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമത്തിനുള്ള കേസിലടക്കം ഇനി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും നടപടികൾ എടുക്കാനായി ഇനി ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നു വരുന്നത് കൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അതായത് പൂർണ്ണമായും പോലീസ് അത് വിശ്വസിക്കുകയാണ്. പക്ഷേ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി തെളിയാനുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഇണങ്ങി വരണം. കൂടുതൽ ചോദ്യം ചെയ്ത് പ്രതിയിൽ നിന്നും മൊഴിയെടുക്കേണ്ടതുണ്ട്. ഏതായാലും അത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് കസ്റ്റഡിയിലെടുത്തതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യുന്നത് നടക്കുന്നത്. ഏതായാലും ഉമ്മ ഇപ്പോൾ ആശുപത്രിയിൽ ഈ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ചികിത്സയിലുള്ള ഉമ്മയുടെ നില ഗുരുതരാവസ്ഥയിലല്ലാത്തത് കൊണ്ട് തന്നെ അത് DYSP നേരിട്ട് തന്നെ ആറ്റിങ്ങൽ DYSP സ്ഥലത്തെത്തി നിരീക്ഷിച്ചു വ്യക്തമായിട്ടുണ്ട്. ഏതായാലും നാളെ ചോദ്യം ചെയ്യുമെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.